പലനാടൻ ട്രാവലറിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്ത് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം നിലവിൽ കാണാൻ കഴിയുന്നതും എന്നാൽ ഭാവിയിൽ ഈ ഒരു രീതി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ധാരാളമായി വന്നേക്കാവുന്നതുമായ ഒരു കളർഫുൾ കാഴ്ച കാണാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗണിലെ ഒരു പ്രശസ്തമായ പ്രദേശത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ പേര് ബോക്കാപ്പ്. മുൻപ് മലായ് ക്വാർട്ടർ എന്നാണ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. ടേബിൾ മൗണ്ടൻ്റെ അടുത്തുള്ള സിഗ്നൽ കുന്നിൻ്റെ ചരിവുകളിലാണ് ഈ സ്ഥലമുള്ളത്. അതുപോലെ തന്നെ കേപ്പ് ടൗണിലെ കേപ്പ് മലായ് സംസ്കാരത്തിൻ്റെ ഒരു ചരിത്ര കേന്ദ്രവും കൂടിയാണ് ഈ മനോഹര പ്രദേശം. സിഗ്നൽ ഹില്ലിൻ്റെ അടിഭാഗത്തെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നന്നായി പച്ച പുതച്ചു നിൽക്കുന്ന മനോഹരമായ ഭൂപ്രദേശം. ബസ്സിൽ നിന്ന് ഇറങ്ങി കണ്ടപ്പോഴേ ഈ സ്ഥലം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഇടതുവശത്തേക്കാണ് പെട്ടെന്ന് എന്നെ ആകർഷിച്ചത്. കാരണം കേരളത്തിലെത്തിയ ഒരു ചെറിയ ഫീൽ എനിക്ക് അവിടെ കിട്ടി. നന്നായി താടിയും മുടിയും വളർന്നു നിൽക്കുന്ന ആൽമരച്ചോട്ടിലേക്കാണ് എന്നെ ആ കാഴ്ചകൾ കൊണ്ട് എത്തിച്ചത്. ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ചെറിയ ചൂടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് കയറിയപ്പോഴേക്കും ആ കാലാവസ്ഥ മുഴുവൻ മാറി. നല്ല സുഖമുള്ള തണുപ്പായി. ഒരല്പനേരം ഇവിടെ ഇരിക്കണമെന്ന് തോന്നിയെങ്കിലും അതിന് കഴിഞ്ഞില്ല. സമയക്കുറവുണ്ടായിരുന്നു. ഒന്നോ രണ്ടോ ആൽമരങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത്രയും ആൽമരങ്ങൾ കൂട്ടം കൂടി നിൽക്കുന്നത് ഞാൻ ആദ്യമായാണ് കാണുന്നത്. ഈ ഏരിയയും തൊട്ടടുത്തുള്ള സ്ഥലവുമൊക്കെ വളരെ നന്നായാണ് പരിപാലിച്ചിരിക്കുന്നത്. കൂടെയുള്ളവരൊക്കെ പല വഴികളായി പിരിഞ്ഞ് കാഴ്ചകൾക്കായി പോവുകയാണ്. ശരിക്കും ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. ഒരുപക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ കാണുന്ന കളർഫുൾ വീടുകളും സ്ട്രീറ്റുകളും ഒക്കെ കാണാൻ വേണ്ടിയാണ് ഇവിടേക്ക് ഞാൻ വന്നത്. വളരെയധികം ചരിത്രങ്ങൾ അവശേഷിക്കുന്ന ഒരു പ്രദേശമാണ് ഈ ബോക്കാപ്പ്. ഈ സ്ട്രീറ്റിലൂടെ നടന്നാൽ നമ്മൾ കാണുന്നത് ഒരുപോലെയുള്ള വീടുകളല്ല, മറിച്ച് വ്യത്യസ്ത തരം പെയിൻറ്റുകൾ ഉപയോഗിച്ച് ഓരോ വീടും മനോഹരമാക്കിയിരിക്കുന്ന കാഴ്ചയാണത്. ഒപ്പം ഉരുളൻ കല്ലുകൾ കൊണ്ട് പാകിയ തെരുവുകളെയും കാണാം. കേപ്പ് ടൗണിലെ ഏറ്റവും പഴക്കം ചെന്ന റെസിഡൻഷ്യൽ അയൽപ്പക്കങ്ങളാണ് ഈ പ്രദേശത്തുള്ളത്. ഇവിടെ താമസിക്കുന്നത് കേപ്പ് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മലായ്സ് എന്നറിയപ്പെടുന്ന സമൂഹമാണ്. ദക്ഷിണാഫ്രിക്കയിലെ മുസ്ലിം സമൂഹമെന്നോ വംശീയ വിഭാഗമെന്നോ ഒക്കെ ഇവർ അറിയപ്പെടുന്നു. ഇവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള, പ്രത്യേകിച്ച് ഇന്തോനേഷ്യയിൽ നിന്നും കിഴക്കൻ ആഫ്രിക്ക, മഡഗാസ്കർ, ഇന്ത്യ തുടങ്ങിയ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള അടിമകളായിരുന്ന പിന്നീട് സ്വതന്ത്രരായ മുസ്ലിങ്ങളുടെ പിൻഗാമികളാണ്. അവർ ഡച്ച്, ബ്രിട്ടീഷ് ഭരണകാലത്ത് കേപ്പിൽ താമസിച്ചിരുന്നതായി ചരിത്രങ്ങൾ പറയുന്നു. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഡച്ച് കോളനികളിൽ നിന്നുള്ളവരായിരുന്നു സമൂഹത്തിലെ ആദ്യകാല അംഗങ്ങളെങ്കിലും മലായ് എന്ന പദം കേപ്പിലെ എല്ലാ മുസ്ലിങ്ങളെയും ഉത്ഭവം പരിഗണിക്കാതെ ഉൾപ്പെടുത്തി. അവർ മലായ് ഭാഷയെ പ്രധാന ഭാഷയായും മതപരമായ പ്രബോധന ഭാഷയായും ഉപയോഗിച്ചതിനാൽ ഈ സമൂഹത്തെ മലായി എന്ന് പിൽക്കാലത്ത് വിളിക്കാൻ തുടങ്ങി. കേപ്പ് ടൗണിലെ ഈ പ്രദേശത്താണ് മലായ് വംശജർ കേന്ദ്രീകരിച്ച് താമസിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഈ സമൂഹം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. വർണ്ണവിവേചന കാലഘട്ടത്തിൽ മലായ് നിയമപരമായി നിറമുള്ള വംശീയ ഗ്രൂപ്പിൻ്റെ ഒരു ഉപവിഭാഗമായിരുന്നു. ഈ സ്ട്രീറ്റിൽ നമുക്ക് മുഴുവനായിട്ട് കാണാൻ കഴിയുന്ന പല രീതിയിലുള്ള കളറടിച്ച വീടുകളെയാണ്. ശരിക്കും ഒരു മൾട്ടി കളർ ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രസമാണ് ഈ വീടുകളുടെ പെയിൻറ്റിങ്ങുകൾ കാണാൻ. ശരിക്കും ഈ സ്ട്രീറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ കണ്ടു നിന്ന് പോകും, അത്രയ്ക്ക് രസകരമാണ്. ഈ കാണുന്ന ഏരിയകളിലെല്ലാം കേപ്പ് മലായ് സമൂഹമാണ് നിവസിക്കുന്നത്. ഇടതുവശത്തും വലതുവശത്തുമായി ധാരാളം ആർട്ട് ഗ്യാലറികളും ഇവിടെ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോ നിരയിലും ഒരുപോലെ കളറടിച്ച വീടുകൾ നമുക്കിവിടെ കാണാൻ അധികം കഴിയില്ല. പല നിറങ്ങളിൽ ചാലിച്ചാണ് ഈ ഏരിയ മുഴുവനും കളർഫുൾ ആക്കിയിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിലൂടെ അരമണിക്കൂർ സഞ്ചരിച്ചെങ്കിലും വളരെ കുറച്ച് മലായ് സഹോദരങ്ങളെ മാത്രമേ വീടിന് പുറത്ത് കാണാൻ കഴിഞ്ഞുള്ളൂ. കേപ്പ് മലായ് സമൂഹത്തിൻ്റെ സ്ഥാപകരാണ് ദക്ഷിണാഫ്രിക്കയിലേക്ക് ആദ്യമായി ഇസ്ലാം മതം കൊണ്ടുവന്നതെന്ന് പറയപ്പെടുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ബ്രിട്ടീഷുകാർ കേപ്പ് പിടിച്ചടക്കി അടിമത്തം ഘട്ടം ഘട്ടമായി നിർത്തലാക്കാൻ തുടങ്ങി. അങ്ങനെ മോചിപ്പിക്കപ്പെട്ട ഏഷ്യൻ മുസ്ലിം ഇതര ഗ്രാമീണ അടിമകൾ കേപ്പ് ടൗണിലേക്ക് താമസം മാറി.
നദാൻ ചിക്കോട്ടോ എന്നറിയപ്പെടുന്ന റീസൈക്കിൾ ആർട്ടിസ്റ്റിൻ്റെ കരവിരുതുകൾ പ്രദർശിപ്പിക്കുന്ന ഒരിടമാണിത്. ഇവിടെ എനിക്ക് വളരെയധികം കൗതുകം തോന്നിയൊരു കാഴ്ചയാണ് ഇനി ഞാൻ നിങ്ങൾക്കായി കാട്ടിത്തരുന്നത്. കോഫി വെൻഡിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന എസ്പ്രസോ ക്യാപ്സ്യൂളുകളുടെ കാലിയായ ഭാഗങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ആഫ്രിക്കൻ ആനയാണിത്. ആയിരക്കണക്കിന് ചെറിയ കോഫി ടിന്നുകളുടെ ക്യാപ്പുകൾ കമ്പി ഉപയോഗിച്ച് കോർത്താണ് ഈ മനോഹര രൂപം ഉണ്ടാക്കിയിരിക്കുന്നത്. തൊട്ടടുത്ത് കാണുന്ന ഭിത്തിയിൽ ക്ലേയും പെയിന്റുകളും ഉപയോഗിച്ച് ഒരു വലിയ ആഫ്രിക്കൻ ചേരി തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതും പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇങ്ങനെ രൂപം ഉണ്ടാക്കിയെടുത്ത മനുഷ്യൻ്റെ കരവിരുതിനെയും കഴിവിനെയും അദ്ദേഹത്തിൻ്റെ ക്ഷമയെയും നമ്മൾ ഇരുകൈയും കൂപ്പി നമിക്കണം. ഇതിന് എത്ര സമയം എടുത്തിരിക്കാമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. 1,60,000 ആളുകൾ കേപ്പ് ടൗണിലും 10,000 ആളുകൾ ജോഹന്നാസ്ബർഗിലും കേപ്പ് മലായ് വിഭാഗത്തിൻ്റെതായി ദക്ഷിണാഫ്രിക്കയിലുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. വീടിന് മാത്രമല്ല, സൂപ്പർ മാർക്കറ്റിനും ഫാർമസിക്കും ATMനും ഹോട്ടലുകൾക്കുമെല്ലാം വിവിധ നിറങ്ങളാണ് ചാർത്തിക്കൊടുത്തിരിക്കുന്നത്. സ്ട്രീറ്റിൻ്റെ മറുഭാഗത്ത് ഇൻ്റർനാഷണൽ ഹോട്ടലായ ഹയാത്ത് റീജൻസിയുടെ ഒരു വലിയ ഹോട്ടലും ഈ പ്രദേശത്തുണ്ട്. പഴയതും പുതിയതുമായ ധാരാളം വാഹനങ്ങൾ ഈ ഏരിയയിലൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. റോഡിന് മറുവശത്തായി ധാരാളം വെസ്പ സ്കൂട്ടറുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. അവയെല്ലാം ഇവിടെ എത്തുന്ന സഞ്ചാരികളെയും കാത്തിരിക്കുകയാണ്. കേപ്പ് ടൗണും മറ്റ് സമീപ പ്രദേശങ്ങളും കാണാൻ നമുക്ക് ഇത്തരം സ്കൂട്ടറുകൾ ഉപയോഗിക്കാം. ഇവ ചുരുങ്ങിയ ചിലവിൽ റെൻറ്റിനെടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നവയാണ്. ഒരു ടൂർ ഗൈഡിനെയും കൂടി ലോക്കലായി കണ്ടെത്തിയാൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും. സോളോ ട്രാവൽ ചെയ്യുന്നവർക്ക് ഇത് ഏറെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. ധാരാളം വിദേശികളാണ് ഈ കളർഫുൾ സ്ട്രീറ്റും വീടുകളുമൊക്കെ കാണുവാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. മറുവശത്തായി കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ഒരു ഷോപ്പും കാണാം. റോഡ് സൈഡിലെ ഫുട്പാത്തുകളിൽ അവ വിൽക്കാനായും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് പാഴ്വസ്തുക്കളിൽ നിന്നാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സൗത്ത് ആഫ്രിക്കയിലെ ഈ ബോക്കാബ് ഏരിയ കഴിഞ്ഞാൽ അർജന്റീന, ഇറ്റലി, മൊറോക്കോ, മെക്സിക്കോ, ഇന്ത്യയിലെ ജോധ്പൂർ, കൊളംബിയ, സ്പെയിനിലെ കാനറി ഐലൻഡ്സ് എന്നിവിടങ്ങളിലാണ് ഇത്തരം കളർഫുൾ വീടുകളും പ്രദേശങ്ങളും ഇതുപോലെ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇനി ലോകത്തിൽ ഇത്തരം കാഴ്ചകൾ പുറത്തു വരുമ്പോൾ കൂടുതൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ രൂപപ്പെട്ടേക്കാം. കളർഫുൾ വീടുകൾ സൗന്ദര്യാത്മകമായി മാത്രമല്ല, സമൂഹത്തിൻ്റെ മൂല്യങ്ങൾ, ചരിത്രം, പ്രതിരോധശേഷി എന്നിവയുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിക്കും എനിക്ക് ഏറെ സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു ഇത്. അടിമത്തവും ദാരിദ്ര്യവും വർണ്ണവിവേചനവും ഏറെ അനുഭവിച്ച ഒരു ജനത ഇന്ന് ലോകത്തിന് മുൻപിൽ വർണ്ണവൈവിധ്യങ്ങളിൽ ആറാടുകയാണ്. ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ബോക്കാബ് മലായിയുടെ കാഴ്ചകൾക്ക് ശേഷം ഇനി ഞാൻ പോകുന്നത് ലക്ഷങ്ങളും കോടികളും വിലയുള്ള ആഡംബര വജ്രങ്ങൾക്കും ആഭരണങ്ങൾക്കും പേരുകേട്ട ഹൈ എൻഡ് ആഫ്രിക്കൻ ബ്രാൻഡായ ഷിമാൻസ്കിയുടെ ആഭരണ നിർമ്മാണശാലയും ഷോറൂമും കാണാൻ വേണ്ടിയാണ്. ഹൈ സെക്യൂരിറ്റിയിലാണ് അത് നിലകൊള്ളുന്നത്. ടേബിൾ മൗണ്ടിൻ്റെ അടിവാരത്ത് കൂടിയാണ് ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്നത്. കണ്ണിന് കുളിർമയേകുന്ന മനോഹരമായ കാഴ്ചകളാണ് ഈ പ്രദേശം മുഴുവനും. മലയിറങ്ങി താഴെ പട്ടണത്തിന് സമീപത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ബേൺസൈഡ് റോഡിലേക്കാണ് എനിക്ക് പോകേണ്ടത്. ചുവർ ചിത്രങ്ങൾ കൊണ്ട് മതിലുകൾ സുന്ദരമാക്കിയിട്ടുണ്ട്. വലതുവശത്ത് പല രാജ്യങ്ങളുടെയും കൊടികൾ ഒന്നിച്ച് നമുക്കിവിടെ കാണാൻ കഴിയും. വാഹനങ്ങൾ വാങ്ങാനും വിൽക്കാനും വേണ്ടിയുള്ള ഒരു ഷോറൂമാണത്. വാഹനങ്ങളുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയാണ് ഇങ്ങനെ കൊടികൾ നാട്ടിയിരിക്കുന്നത്. പ്രധാന പാതയിൽ നിന്നും തിരിഞ്ഞ് ബസ് ഇടറോഡിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. വലിയ ഇരുമ്പ് ഡോറുകളും ജനാലകളും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വലിയ കെട്ടിടത്തിന് സമീപമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വജ്ര ഷോറൂം ഇങ്ങനെയാണോ എന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചുപോയി. അതും കോടികൾ മറിയുന്ന വജ്രാഭരണശാല. അത്രയ്ക്ക് സുരക്ഷയിലാണ് ഈ ഷിമാൻസ്കി എന്ന വജ്രാഭരണശാലയും അതിൻ്റെ പണിസ്ഥലവും സ്ഥിതി ചെയ്യുന്നത്. അകത്തേക്ക് കയറുവാൻ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. സുരക്ഷാ ക്യാമറയിലൂടെ പുറത്തെ ആളുകളെ കണ്ട് സ്ഥിരീകരിച്ച ശേഷം മാത്രമേ ഈ കാണുന്ന ആദ്യ വലിയ ഇരുമ്പ് ഡോർ തുറക്കുകയുള്ളൂ. അതിനുശേഷം വീണ്ടും മറ്റൊരു ഗംഭീര ഡോർ. അവിടെ ഒരു സുമുഖനായ യുവാവ് ഞങ്ങളെ സ്വാഗതം ചെയ്യാനായി നിൽക്കുന്നുണ്ട്. വീണ്ടും അകത്തേക്ക് കടക്കുമ്പോൾ മറ്റൊരു ഡോർ കൂടി ഈ പ്രദേശത്ത് നമുക്ക് കാണാൻ കഴിയും. എല്ലാ ഡോറുകളും ഓട്ടോമാറ്റിക്കായി ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ബൃഹത്തായ വജ്രത്തിൻ്റെ ചരിത്രം ആലേഖനം ചെയ്യുന്ന കാഴ്ചകളിലൂടെയാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത്. വജ്രങ്ങൾക്ക് ഇത്ര ബൃഹത്തായ ഒരു ചരിത്രമുണ്ടെന്ന് മനസ്സിലായത് ഇവിടെ എത്തിയപ്പോഴായിരുന്നു.
ജീവനക്കാരൻ അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും പിന്നിട്ട വഴികളെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി തന്നെ പറഞ്ഞു തരുന്നുണ്ട്. My name is Pule. I'll be taking a tour. I'll be taking you through the tour. So I'll just give you an overview about Chimensky, where we come from, where we're going, and then give you a timeline about diamonds. And then behind you is where we cut and polish our own diamonds, and then over there is where we make our own jewelry. So we pride ourselves that we do from mine to finger. So the diamonds you get from De Beers mines around Kimberley area. So from there, then he brings the diamonds here. They get analyzed, and then they go through 9 stages of cutting. And then from there, they go to the next section where we smelt our gold and our platinum. And now Mr. Chimensky, also one of the pioneers that got platinum back into jewelry, because just before the World War II, platinum was only for military telecommunications. So there was a law at the time that you cannot use it for jewelry. So diamonds are formed underneath the earth, about 200 kilometers deep down the earth. So what happens there is carbon atoms under immense heat and pressure, they crystallize, forming a diamond. So diamonds are also called travelers because they travel all the way from deep down there, then they come to us. So we have our own gemologist here on site that deals with all the laboratories to get our certification. ഡയമണ്ട് കട്ട് ചെയ്യുന്നതും പോളിഷ് ചെയ്തെടുക്കുന്നതുമായ ഏരിയയിലാണ് ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത്. So this is called a skive. So it rotates at 3,500 revs. So what they do is they take diamond dust and oil, put it on the skive, and then start cutting and polishing the diamond from there. So then all the diamonds that are cut and polished will be transferred to this side. ഇന്നൊരു അവധി ദിനമായതിനാൽ തൊഴിലാളികളെയും അവരുടെ വർക്കുകളുമൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. Here at our jewelry workshop in the back there, that's where we smelt our metals. Gold gets smelted at 800 degrees Celsius for 15 minutes, and then platinum at 1,600 also for 15 minutes. But again, with platinum, it's an unforgiving metal. If you heat it for too long, it starts brittling. So it took Mr. Chimensky about 18 to 17 times to get it right. So it's really, really unforgiving. So those are the equipment they use there in the back. പലതരത്തിലുള്ള എക്യുപ്മെന്റുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇവയൊക്കെയാണ് വജ്രാഭരണങ്ങൾ നിർമ്മിക്കുവാനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന ഷിമാൻസ്കിയുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഷോറൂമിലേക്കാണ്. കൗണ്ടറിന്റെ മുൻഭാഗത്ത് തന്നെ അതിഥികൾക്കായി ഒരു മിനി ബാർ ഏരിയയും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. We have wine, I have white, red, and then I have juice as well. So this is the My Girl diamond that Mr. Chimensky worked on for 3 years to produce this diamond. We got a patented cut diamond, which is the My Girl. It's 8-sided square diamond, so it gives you a 360 light. So give you more scintillation, the shine, and the brilliance. So this diamond you can only find here at Chimensky, nowhere else. So Tanzanite is a precious gem which can only be found in Tanzania. It's mined there. Nowhere else in the world you can find it. That's why it's 1,000 times more rare than a diamond. പലതരത്തിലുള്ള വജ്രങ്ങളെക്കുറിച്ചും ഷിമാൻസ്കിയിൽ മാത്രം കിട്ടുന്ന വജ്രങ്ങളെക്കുറിച്ചുമൊക്കെ ജീവനക്കാരൻ വിശദമായി പറഞ്ഞു തരികയാണ്. ടാൻസാനിയയിൽ മാത്രം കാണുന്ന വജ്രമാണിത്. മൈനിങ് ചെയ്തെടുത്ത ഇത്തരം കല്ലുകളിൽ നിന്നാണ് ആഭരണ നിർമ്മാണശാലയിൽ കൊണ്ടുപോയി കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് സുന്ദരമായ ഈ കാണുന്ന ആഭരണങ്ങളാക്കി മാറ്റുന്നത്. കളർ അനുസരിച്ച് ഇവയെ തരംതിരിച്ചിരിക്കുന്നതാണ് ഈ ഏരിയയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. So this comes in 2 dominant colors, which is violet and blue, but you still get a vein of purple reddish color to it. ആഫ്രിക്കൻ വജ്രങ്ങൾ കൊണ്ട് പണികഴിപ്പിച്ച ആഭരണങ്ങളാണ് ഈ ഏരിയയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മികച്ച കരകൗശല വൈദഗ്ധ്യം, ആഡംബരം, അസാധാരണമായ ഡിസൈൻ എന്നിവയ്ക്ക് പ്രത്യേകിച്ച് ഉയർന്ന നിലവാരമുള്ള വജ്രാഭരണങ്ങൾക്ക് പേരുകേട്ട പ്രശസ്തമായ ദക്ഷിണാഫ്രിക്കൻ ബ്രാൻഡാണ് ഷിമാൻസ്കി.
1994 ആഭരണ ഡിസൈനറും സംരംഭകനുമായ ലോറൻസ് ഷിമാൻസ്കിയാണ് ഈ ബ്രാൻഡ് സ്ഥാപിച്ചത്. സിഗ്നേച്ചർ പീസുകൾ, വിവാഹ നിശ്ചയ മോതിരങ്ങൾ, വിവാഹ ബാൻഡുകൾ, മറ്റ് ഉയർന്ന നിലവാരമുള്ള കസ്റ്റം പീസുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ഇഷ്ടാനുസൃത വജ്രാഭരണങ്ങൾക്ക് ഷിമാൻസ്കി പ്രത്യേകിച്ചും പ്രശസ്തമാണ്. സ്വന്തം പണിശാലയിൽ അതിസൂക്ഷ്മമായി നിർമ്മിച്ചെടുക്കുന്നതാണ് ഓരോ ആഭരണങ്ങളും. അതുകൊണ്ട് തന്നെ പ്രാദേശികമായും അന്തർദേശീയമായും ധാരാളം അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മൈ ആഫ്രിക്ക കളക്ഷൻസ്, സദേൺ ക്രോസ് കളക്ഷൻസ്, ഷിമാൻസ്കി ഐസ് കളക്ഷൻസ്, സിഗ്നേച്ചർ കളക്ഷൻസ് എന്നിങ്ങനെ നിരവധി ശേഖരങ്ങൾ ഈ ബ്രാൻഡിനുണ്ട്. വ്യത്യസ്ത രൂപങ്ങളിൽ കൊത്തിയെടുത്ത വജ്രങ്ങൾ പതിപ്പിച്ച ആഭരണങ്ങളും ഈ ഏരിയയിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഡിസൈനറുമായോ അവരുടെ ടീമുകളുമായോ സഹകരിച്ച് തങ്ങളുടെ ഇഷ്ടാനുസരണം ആഭരണങ്ങൾ ഡിസൈൻ ചെയ്തെടുക്കുവാനുള്ള സൗകര്യവും ഇവർ ഒരുക്കുന്നുണ്ട്. മില്ലേനിയം കളക്ഷൻസ് ആണ് ഈ കാണുന്നത്. വ്യത്യസ്തമായ പല നിറങ്ങളിൽ അഴകുള്ള ആഭരണങ്ങളിൽ വജ്രങ്ങൾ തിളങ്ങി നിൽക്കുകയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ വിവിധങ്ങളായ മൈനിങ് ഏരിയയിൽ നിന്നും ഖനനം ചെയ്തെടുക്കുന്ന വജ്രക്കല്ലുകൾ നേരിട്ട് ഇവിടെ എത്തിച്ചാണ് മനോഹരമായ ആഭരണങ്ങളാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ഉയർന്ന പ്രൊഫൈൽ ക്ലയൻറ്റുകളും സെലിബ്രിറ്റികളും ഉൾപ്പെടെ വിശ്വസ്തരായ ഉപഭോക്താക്കൾ ഈ സ്ഥാപനത്തിൻ്റെ മുതൽക്കൂട്ടാണ്. ദക്ഷിണാഫ്രിക്കയിലും വിദേശത്തും ഈ ബ്രാൻഡിൻ്റെ ഉൽപ്പന്നങ്ങൾ പലപ്പോഴും പ്രദർശിപ്പിക്കാറുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഷിമാൻസ്കി വെറുമൊരു ആഭരണ ബ്രാൻഡ് മാത്രമല്ല, ദക്ഷിണാഫ്രിക്കയുടെ ആഡംബര വ്യവസായത്തിൻ്റെ വിശാലമായ വിവരണത്തിൻ്റെ ഭാഗമാണിത്. ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥയുടെയും ഒരു പ്രധാന ഭാഗമായ രത്നഖനനത്തിനും കരകൗശലത്തിലും രാജ്യത്തിൻ്റെ സമ്പന്നമായ പൈതൃകത്തെയും ഈ ബ്രാൻഡിൻ്റെ വിജയം എടുത്തു കാണിക്കുന്നു. മോതിരം, കമ്മൽ, നെക്ലേസുകൾ തുടങ്ങി വലിയ മാലകളിൽ വരെ സൂക്ഷ്മമായി വജ്രാഭരണങ്ങൾ പതിച്ചിട്ടുണ്ട്. കണ്ണിന് കുളിർമയേകുന്ന ഈ മനോഹര കാഴ്ചകൾ സ്ത്രീ സമൂഹത്തിന് ഏറെ കൗതുകമുണർത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളാണ് ഇവരുടെ പ്രധാന ഉപഭോക്താക്കളും. സഹയാത്രികരിൽ പലരും ആഭരണങ്ങൾ സ്വന്തമാക്കി സന്തോഷം കണ്ടെത്തിയ നിമിഷങ്ങളാണിത്. ആഭരണങ്ങൾക്കൊപ്പം അവയുടെ പ്യൂരിറ്റിയുടെ സർട്ടിഫിക്കറ്റുകളും നമുക്കിവിടെ നിന്ന് ലഭിക്കും. സൗത്ത് ആഫ്രിക്കയുടെ വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള പലനാടിൻ്റെ യാത്രകൾ തുടരുകയാണ്. ഇഷ്ടമായാൽ കമൻറ്റും ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുവാൻ മടിക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് മുന്നോട്ടുള്ള യാത്രയ്ക്ക് കൂടുതൽ ശക്തി പകരുന്നത്. പലനാടിൻ്റെ യാത്രകൾ തുടരുകയാണ്. ഒപ്പം വരൂ, ഒത്തിരി കാണാം.